Welcome to our YouTube channel, Winners of Media. ഈ വീഡിയോ മുഴുവനായി കാണുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് അഡോബ് പ്രീമിയർ പ്രോ എന്ന ഒരു വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിനെ കുറിച്ചിട്ടാണ്. ഈ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് ഓഡിയോയും വീഡിയോയും നമുക്ക് എഡിറ്റ് ചെയ്യാൻ സാധിക്കും. യൂട്യൂബ് വീഡിയോസ്, ഡോക്യുമെൻ്ററികൾ, ഷോർട്ട് ഫിലിമുകൾ, ഫിലിം ഇൻഡസ്ട്രി, ഈ മേഖലയിലെല്ലാം തന്നെ ഉപയോഗിക്കുന്ന ഒരു പ്രൊഫഷണൽ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് അഡോബ് പ്രീമിയർ പ്രോ. ഓക്കെ, ഇത് എങ്ങനെയാണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് ആദ്യം നോക്കാം. ഇതിന് നമുക്ക് അഡോബിയുടെ സൈറ്റിൽ നിന്ന് തന്നെയാണ് നമുക്ക് ചെയ്യേണ്ടത്. അതിനു വേണ്ടിയിട്ട് അഡോബ് പ്രീമിയർ ഫ്രീ ഡൗൺലോഡ് എന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നമ്മൾ ജസ്റ്റ് കൊടുത്തു കഴിയുമ്പോൾ തന്നെ നമുക്കതിൻ്റെ ഡൗൺലോഡ് ചെയ്യേണ്ട വിൻഡോ നമുക്ക് കിട്ടും. ഇവിടെ ട്രയൽ വെർഷൻ ഉണ്ട്, നമുക്ക് ക്യാഷ് കൊടുത്ത് മേടിക്കാൻ സാധിക്കും. ഈ ഒരു മെത്തേഡിൽ നിങ്ങൾക്ക് അഡോബ് പ്രീമിയർ പ്രോ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റും. ഡൗൺലോഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ സോഫ്റ്റ്വെയറുകൾ എല്ലാം ഇൻസ്റ്റാൾ ചെയ്യുന്നത് പോലെ തന്നെ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആണിത്. ഓക്കെ, അതുപോലെ തന്നെ ഇത് മൊബൈലിലും അവൈലബിൾ ആണ്. നമുക്ക് ആപ്ലിക്കേഷനുകൾ ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് മൊബൈൽ യൂസിനൊക്കെ വേണ്ടിയിട്ടൊക്കെ യൂസ് ചെയ്യാം. നമ്മുടെ ഡെസ്ക്ടോപ്പ്, ലാപ്ടോപ്പ് മാത്രമല്ല റെസ്പോൺസിബിലിറ്റിയാണ്. മൊബൈലിലും ഈ ആപ്ലിക്കേഷൻ നമുക്ക് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന വീഡിയോസിനെയൊക്കെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. ഓക്കെ, നമുക്കിപ്പം ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു ഗൂഗിളിൽ കയറിയിട്ട് അഡോബ് പ്രീമിയർ ഫ്രീ ഡൗൺലോഡ് എന്ന് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അഡോബിൻ്റെ സൈറ്റിൽ നിന്ന് മാത്രമല്ല, അഡോബിൻ്റെ ആണ് അത് മാത്രമല്ല, വേറെ ഏത് സൈറ്റിൽ നിന്ന് പല സൈറ്റുകളുണ്ട്. അഡോബ് പ്രീമിയർ findmysoft.com, digitaltrends.com, അതുപോലെ തന്നെ filehippo.com. ഇതിൽ നിന്നെല്ലാം തന്നെ നമുക്ക് ഈ സോഫ്റ്റ്വെയർ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. അതിനുശേഷം നമ്മൾ സാധാ സോഫ്റ്റ്വെയർസ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന പോലെ ഇൻസ്റ്റാൾ ചെയ്യുക. അതിൻ്റെ സീരിയൽ നമ്പർ, കീവേഡ്സ് ഒക്കെ നമുക്ക് കിട്ടും. ക്രാക്കിങ് കാര്യങ്ങളൊക്കെ അതിനകത്തുണ്ടാവും. അത് നിങ്ങൾക്ക് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നമുക്കിനി സോഫ്റ്റ്വെയറിലേക്ക് കിടക്കാം. നമ്മൾ അഡോബ് മാസ്റ്റർ കളക്ഷൻ CS6 ഇവിടുന്ന് ഓപ്പൺ ചെയ്യുക, സ്റ്റാർട്ട് ബട്ടണിൽ നിന്ന്. അതിനകത്ത് നമുക്ക് അഡോബ് പ്രീമിയർ പ്രോ CS6 ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കിവിടെ പ്രീമിയർ പ്രോയുടെ വെൽക്കം സ്ക്രീൻ ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. വെൽക്കം ടു അഡോബ് പ്രീമിയർ പ്രോ എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് വന്നിട്ടുണ്ട്. ഇവിടെ 3 ഓപ്ഷൻ ഉണ്ട്: ന്യൂ പ്രോജക്റ്റ്, ഓപ്പൺ പ്രോജക്റ്റ്, ഹെൽപ്പ്. ഇതിനകത്ത് നമുക്കൊരു പുതിയ പ്രോജക്റ്റ് ഓപ്പൺ ചെയ്യണമെങ്കിൽ, അതായത് നമുക്കൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ന്യൂ പ്രോജക്റ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് നമ്മൾ കൊടുക്കേണ്ടത്. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ആ ന്യൂ പ്രോജക്റ്റ് എവിടെയാണ് സെറ്റ് ചെയ്യേണ്ടതെന്നുള്ള ഒരു പാത്ത് നമ്മൾ കാണിച്ചു കൊടുക്കണം. ഏത് ഫോൾഡറിലേക്കാണ് നമ്മൾ സേവ് ചെയ്യേണ്ടത് എന്നുള്ളത്. അതിന് നമുക്ക് ഇവിടെ ചെയ്യേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ബ്രൗസ് ഉണ്ട്, ലൊക്കേഷൻ കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. അവിടെ നിന്ന് നമ്മൾ ഡെസ്ക്ടോപ്പിനകത്ത് പ്രീമിയർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഫോൾഡറിലേക്ക് നമ്മൾ ഈ സെലക്ട് ഫോൾഡർ കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഒരു പേര് ഇവിടെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് സാധിക്കും. ബേസിക് എന്ന് പറഞ്ഞിട്ടൊരു ജസ്റ്റ് ഒരു നെയിം ഞാനവിടെ കൊടുത്തു. അതിനുശേഷം ഓക്കെ കൊടുക്കുക. അപ്പോൾ നമുക്കൊരു ന്യൂ സീക്വൻസ് വിൻഡോ കിട്ടിയിട്ടുണ്ട്. ഇതിനകത്താണ് നമ്മുടെ ഔട്ട് എങ്ങനെ ഇരിക്കണം എന്നൊക്കെയുള്ള സൈസും കാര്യങ്ങളും ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം ഇവിടെ പല രീതിയിലുണ്ട്. DV NTSC, DV PAL, HD വീഡിയോസ് ഒക്കെയാണ്. നമ്മളിപ്പോൾ സാധാരണയായി ഉപയോഗിക്കുന്നത് എല്ലാവരും HD വീഡിയോസ് ആണ്. ഈ HD വീഡിയോസിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടെ 1080 പിക്സൽ 24/2 എന്നുള്ളത് നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. അത് കൊടുക്കുക. ഓക്കെ, ഓക്കെ, പ്രീമിയറിന്റെ വിൻഡോ നമുക്ക് ഓപ്പൺ ആയി കിട്ടിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ അഡോബ് പ്രീമിയർ പ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. ഇവിടെ നമുക്കൊരു മോണിറ്റർ കാണാൻ സാധിക്കും. ഇവിടെ ടൈം ലൈൻസ് ഉണ്ട്. നമ്മുടെ വീഡിയോ 1 2 3 4, ഓഡിയോ 1 2 3 4 എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് ഓരോരോ ട്രാക്കുകളാണ്. അതുപോലെ തന്നെ ഇവിടെ ഒരു പ്രൊജക്റ്റ് ബേസിക് എന്ന് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഒരു പ്രൊജക്ട് ഫയൽ, അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ഫൂട്ടേജുകളെ ഇൻസെർട്ട് ചെയ്യുന്ന സ്പേസ് ആണ്. അതിന് സ്റ്റോറി ബോർഡ് പോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് പല വീഡിയോസിനെ മിക്സ് ചെയ്തിട്ടാണ് നമ്മളൊരു
1 മണിക്കൂർ 2 മണിക്കൂർ അല്ലെങ്കിൽ 10 മിനിറ്റ് ഒക്കെ ഉള്ള ഒരു വീഡിയോ എടുക്കുന്നത് പല സീക്വൻസുകളും നമ്മൾ മിക്സ് ചെയ്തിട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള വീഡിയോ ഫൂട്ടേജുകളെ നമ്മൾ ഇൻസെർട്ട് ചെയ്യേണ്ട സ്പേസാണിത്. പ്രൊജക്റ്റ് ബേസിക് എന്നാണ് ഇവിടെ പറയുന്നത്. അതുപോലെ തന്നെ മീഡിയ ബ്രൗസർ, ഇൻഫോ, എഫക്ട്സ്, മാർക്കറ്റ്സ്, ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് ഇതിനെ കുറിച്ചിട്ട് കൂടുതലായിട്ട് പറയാം. ഇപ്പൊ നമുക്ക് ഒരു വീഡിയോയെ എങ്ങനെ സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്യാൻ സാധിക്കും, അതാണ് നമ്മൾ നോക്കുന്നത്. ആദ്യമായിട്ട് നമുക്ക് ആ എഡിറ്റ് ചെയ്യേണ്ട വീഡിയോയെ നമ്മൾ ഈ വർക്ക് സ്പേസിലേക്ക് ഇമ്പോർട്ട് ചെയ്യണം. ഇതിലേക്ക് നമുക്കൊരു വീഡിയോ ഇമ്പോർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫയൽ എടുക്കുക. ഫയലിൽ ഇമ്പോർട്ട് ആണ് നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്ഷൻ. അല്ലെങ്കിൽ Ctrl+I ഷോർട്ട് കട്ട് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ സാധിക്കും. ഇമ്പോർട്ട് കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫോൾഡറിലേക്ക് വരും. നമ്മൾ ആദ്യം സെറ്റ് ചെയ്തിരിക്കുന്നത് പോലെ തന്നെ ഡെസ്ക്ടോപ്പിലെ പ്രീമിയർ എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഞാൻ സെറ്റ് ചെയ്തിരുന്നു. അതിനകത്ത് ബേസിക് എന്ന് പറയുന്നതാണ് നമ്മുടെ വർക്ക് സ്പേസ് നമ്മൾ സേവ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു വീഡിയോ നമുക്ക് കിടപ്പുണ്ട്, ഒരു ഫൂട്ടേജ് കിടപ്പുണ്ട്. നമ്മൾ അതിനെ സെലക്ട് ചെയ്ത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അത് നമ്മുടെ പ്രൊജക്റ്റ് വിൻഡോയിലേക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വീഡിയോയെ നമ്മൾ ഈ ട്രാക്കിലേക്ക് കൊണ്ടുവരണം. ഈ ട്രാക്കിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക, ഡ്രാഗ് ചെയ്യുക, നമ്മുടെ ട്രാക്കിലേക്ക് വരും. ഈ ട്രാക്കിൽ വന്നു കഴിയുമ്പോഴത്തേന് ഇവിടെ ഇതുപോലെ കീപ് എക്സിസ്റ്റിംഗ് സെറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുത്തു കഴിയുമ്പോഴത്തേന് ആ ഓപ്ഷൻ പോവുകയും അതുപോലെ തന്നെ നമ്മൾ അവിടെ നിന്ന് ട്രാക്ക് ചെയ്ത വീഡിയോ നമ്മുടെ ട്രാക്കിലേക്ക് വീഴുകയും ചെയ്യും. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 ട്രാക്കായിട്ട് കാണാൻ സാധിക്കും. ഇത് വീഡിയോ ട്രാക്കും ഇത് ഓഡിയോ ട്രാക്കുമാണ്. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓഡിയോയും വീഡിയോയും ഒരുപോലെ തന്നെ നമുക്കത് ഇവിടെ കിട്ടും. ഇപ്പോൾ ഇതൊരു വീഡിയോ നമ്മളിവിടേക്ക് ഇമ്പോർട്ട് ചെയ്തു. ഇതൊന്ന് പ്ലേ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്യുന്നതായിട്ട് കാണാം നമ്മുടെ ഈ മോണിറ്റർ ഭാഗത്ത്. ഓക്കെ, ഇതുപോലെ പ്ലേ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമുക്ക് ആവശ്യമുള്ള ഭാഗം നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ഒരു ആവശ്യമുള്ളൊരു ഭാഗം ജസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒരു പോർഷൻ ഞാനിവിടെ സെലക്ട് ചെയ്യണം. ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്യും. അതിനുശേഷം നമുക്കിവിടെ ടൂൾ ബോക്സ് ഉണ്ട്. ഇവിടെ അതിനകത്ത് റാസർ ടൂൾ എന്ന് പറയുന്ന ടൂള്, ഈ ടൂളാണ് നമ്മൾ ഒരു വീഡിയോ കട്ട് ചെയ്യാൻ വേണ്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ടൂളാണത്. അതിപ്പോൾ ഈ ഒരു വീഡിയോയിൽ നിന്ന് കുറച്ച് ഭാഗം, അതായത് ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു 3 മണിക്കൂർ 6 മിനിറ്റ് ഉള്ള ഒരു വീഡിയോയാണ്. അത് നമുക്ക് നമ്മുടെ ചെറിയൊരു ഫൂട്ടേജ് ആയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തു. അതിനുശേഷം കട്ട് ചെയ്ത് കഴിയുമ്പോൾ ഇത് 2 ഭാഗമായിട്ട് മാറുന്നത് കാണാം. ഇതൊരു ഭാഗം, ഇത് ഒരു ഭാഗമായിട്ട്. ഓക്കെ, ഇതിന് വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ ഡിലീറ്റ് ചെയ്ത് കളയാൻ പറ്റും. കീബോർഡിൽ ഡിലീറ്റ് കീ കൊടുത്താൽ മതി. സെലക്ട് ചെയ്തതിന് ശേഷം അതുപോലെ ജസ്റ്റ് നമുക്ക് ആവശ്യമുള്ള ഒരു കുറച്ച് ഭാഗം ഇവിടെ ഒരു സീൻ നമുക്ക് കൊടുത്തു. ഓക്കെ, ഇതുപോലെ ഒരു സീൻ നമുക്ക് ഇവിടം വരെ സെലക്ട് ചെയ്യാം. അതിന് വീണ്ടും നമ്മൾ റാസർ ടൂൾ എടുക്കുക, ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം. ബാലൻസ് ഭാഗത്തോടെ നമ്മൾ സെലക്ട് ചെയ്യുക, കീബോർഡിൽ ഡിലീറ്റ് കൊടുക്കുക. ഓക്കെ, നമുക്കിപ്പോൾ ഈ ഒരു ഭാഗം മതി, ഇത്രയും ഭാഗം. അതായത് ഇപ്പോൾ നമുക്കിവിടെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും നമ്മുടെ ഈ വീഡിയോയുടെ സൈസ് എന്ന് പറയുന്നത് 2 മിനിറ്റാണ്. 2 മിനിറ്റ് 37 സെക്കൻഡും മാത്രമുള്ള ഒരു വീഡിയോ ആണ് നമുക്കിപ്പം നമ്മൾ കട്ട് ചെയ്ത് അതിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗം. അതിനുശേഷം നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ വർക്ക് സ്പേസ് എന്ന് പറയുന്നത് ഈ മോണിറ്ററിൻ്റെ സൈസാണ്. ഈ ഒരു സൈസിലേക്ക് ഈ ഒരു വീഡിയോയെ നമുക്ക് സൈസ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ വീഡിയോ സെലക്ട് ചെയ്തതിന് ശേഷം നമ്മളിവിടെ എഫക്റ്റ് കൺട്രോൾസ് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്. ഇതിനകത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിവിടെ മോഷൻസ്, ഒപ്പാസിറ്റി, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്കിവിടെ കിട്ടാം. വരും ക്ലാസ്സുകളിൽ നമുക്ക് അതിനെ കുറിച്ചിട്ടൊക്കെ പഠിക്കും. അപ്പോൾ ഞാൻ ഇതിനകത്ത് എടുക്കുന്നത് ജസ്റ്റ് മോഷൻ എന്ന് പറയുന്ന ഈ ഓപ്ഷനാണ്. ഇവിടെ നമുക്ക് പൊസിഷൻ, സ്കെയിൽ, ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ സ്കെയിൽ ഈ നമ്മുടെ വർക്ക് സ്പേസിനനുസരിച്ചുള്ള ഒരു സ്കെയിൽ, അതായത് 1080 ആണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു സൈസിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് സ്കെയിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ആ ഒരു സ്കെയിൽ വന്നിട്ടുണ്ട്. ഇനി വീഡിയോ പ്ലേ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു വിഡ്ത്തിലും ഹൈറ്റിലും ഒക്കെ ആയിട്ട് നമുക്ക് കിട്ടും. ഒന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇപ്പോൾ നമുക്ക് ആ വീഡിയോ ഇവിടെ പ്ലേ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓഡിയോ ഒക്കെ ഒന്ന് കൂട്ടി നോക്കാം. ഓക്കെ, ഇവിടെ ഓഡിയോയും വീഡിയോയും ഒരേ ഇതിലാണ്. നമുക്കിപ്പം ഈ വീഡിയോ മാത്രം മതി, അതിനകത്ത് ഓഡിയോയെ അതിൽ നിന്ന് അൺലിങ്ക് ചെയ്യണം. അതായത് ഓഡിയോയും വീഡിയോയും അൺലിങ്ക് ചെയ്തിട്ട് വീഡിയോ മാത്രം മതി, അത് ഓഡിയോ വേറെ സെപ്പറേറ്റ് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് കയറ്റാൻ പറ്റും. അതുപോലെ തന്നെ ഓഡിയോ അവിടെ നിർത്തിക്കൊണ്ട് വേറെ വീഡിയോസിനെ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്തോട്ട് കയറ്റാൻ പറ്റും. അതിന് നമ്മൾ ചെയ്യേണ്ടത്, ഇപ്പോൾ നമ്മളിത് സെലക്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുമിച്ചാണ് സെലക്ട് ആവുന്നത്. അതിന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അൺലിങ്ക് ചെയ്യേണ്ട ഏതാണോ വീഡിയോ ഫുട്ടേജ് അതിൽ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അതിനകത്ത് അൺലിങ്ക് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. ഈ അൺലിങ്ക് ഓപ്ഷൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് 2 സെലക്ഷൻ ആവും.
ഇതുപോലെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇത് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഈ ഓഡിയോ എനിക്ക് ഇപ്പം ഒന്ന് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ഇവിടെ വേറൊരു ഓഡിയോ കയറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനെ അവിടെ കയറ്റി നമുക്ക് വെക്കാനൊക്കെ സാധിക്കും. ഓക്കെ, അതുപോലെ നമുക്ക് ഓഡിയോ ചേഞ്ച് ചെയ്തൊക്കെ നമ്മൾ വരും ക്ലാസ്സുകളിൽ നമുക്ക് നോക്കാം. ഇപ്പോൾ ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള ഫൂട്ടേജിനെ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് എങ്ങനെ കട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് അതിൻ്റെ സ്പീഡ് ഡ്യൂറേഷനൊക്കെ, അതായത് നമ്മൾ കണ്ടിട്ടുണ്ട് സിനിമയിലൊക്കെ സ്ലോ മോഷൻ സീനുകൾ, അതുപോലെ തന്നെ സ്പീഡ് സീക്വൻസുകൾ, ഇതൊക്കെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, ഈ സോഫ്റ്റ്വെയർ വെച്ചിട്ട് നമുക്കതെങ്ങനെ ക്രിയേറ്റ് ചെയ്യാം എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ അതിൻ്റെ റാസ്റ്റർ ടൂൾ വെച്ചിട്ട് ജസ്റ്റ് ഇവിടെ ഒരു ആക്ഷൻ സീനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതിനെ ഒരു ഇങ്ങനെ ജസ്റ്റ് ഒരു ഡിവൈഡ് ചെയ്യാണ്, ജസ്റ്റ് ക്ലിക്ക് ചെയ്യാണ് വീഡിയോ. ഇതെല്ലാം സെപ്പറേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിത് കണ്ടാൽ മനസ്സിലാവും. ഓരോന്നും നമ്മളിപ്പോൾ സെലക്ഷൻ ടൂൾ എടുത്തു കഴിഞ്ഞാൽ സെലക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോന്നും ഓരോ സെലക്ഷനായിട്ട് നമുക്കിവിടെ മാറിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു സീൻ, ആദ്യത്തെ ഒരു സീൻ നമുക്ക് ഇതുപോലെ തന്നെ ജസ്റ്റ് ഒന്ന് പ്ലേ ചെയ്തു. ഓക്കെ, ഈ ഒരു കുറച്ചുകൂടെ സ്പീഡ് ആക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ തന്നെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ഏത് ഫൂട്ടേജിലാണോ നമ്മൾ ബിറ്റിലാണോ നമുക്ക് അതിൻ്റെ സ്പീഡ് ഡ്യൂറേഷൻ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് അതിൽ ക്ലിക്ക് ചെയ്യുക. പക്ഷേ സ്പീഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ നമ്മൾ ഇവിടെ എടുക്കുക. ഇവിടെ ഇപ്പോൾ 100% ആണ്, അതിപ്പോൾ നോർമലായിട്ട് വരുന്നത്. അതിനെ നമുക്കൊന്ന് സ്ലോ മോഷൻ ആക്കണമെന്നുണ്ടെങ്കിൽ ഒരു 50 കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളത് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും ആ സ്ലോ മോഷൻ സീനായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് അതിനെ ഒന്ന് കട്ട് ചെയ്യാം. കട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഞാൻ അതിനെ സെലക്ട് ചെയ്യുന്നു, റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു, സ്പീഡ് ഡ്യൂറേഷൻ കൊടുക്കുന്നു. ഇവിടെ 50 എന്നുള്ളത് ഞാനൊരു 500 ആക്കാം. അപ്പോൾ നമുക്ക് എന്താ സംഭവിക്കാമെന്ന് നോക്കാം. ഓക്കെ, ഇതുപോലെ സ്പീഡിൽ പോകുന്നതായിട്ട് കാണാം. കൺട്രോൾ സെറ്റ് കൊടുത്തു കഴിഞ്ഞാൽ 2 ബാക്കിലേക്ക് വരും. നമുക്കൊരു 500 പകരം സ്പീഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു 200 എന്ന് കൊടുത്ത് നോക്കാം. ഇത് കുറച്ചുകൂടെ നല്ല സ്പീഡിൽ നമുക്ക് കിട്ടും. ഇത് സ്ലോ മോഷനാണ്. ഓക്കെ, ഇതുപോലെ നമുക്ക് സ്പീഡിൽ സീൻ കിട്ടും. അതുപോലെ നമുക്ക് സ്പീഡ് കൺട്രോൾ ചെയ്ത് ഇതിനെ വർക്കൗട്ട് ചെയ്ത് എടുക്കാൻ സാധിക്കും. അപ്പോൾ ഇതിൽ ജസ്റ്റ് ഇങ്ങോട്ട് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓക്കെ, ആ ഒരു സ്പീഡിൽ നിന്ന് നമുക്ക് ജസ്റ്റ് ആ ഒരു ടൈം ലൈൻ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ കീബോർഡിൽ പ്ലസ് കൊടുക്കണമെങ്കിൽ അത് സൂം ആവും, സൂം ഔട്ട് ആവും. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഇത് നോക്കാം. ഒരു സ്ലോ മോഷനാണ് വർക്ക് ചെയ്യുന്നത്. ഇത് സ്പീഡായി വീണ്ടും പഴയ പോലെ തിരിച്ച് നമുക്കത് കിട്ടും. ഓക്കെ, ഇങ്ങനെ നമുക്ക് ഒരു വീഡിയോയിൽ സ്പീഡ് ഡ്യൂറേഷൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇങ്ങനെയാണ് നമ്മൾ സ്ലോ മോഷൻ സീൻസുകൾ, ഭയങ്കര ഫാസ്റ്റായിട്ടുള്ള സീനുകളൊക്കെ ഫിലിമിലൊക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും ഞാൻ ഫ്രെയിമിനെ ജസ്റ്റ് ഒന്ന് ചേർത്ത് വെച്ചു. ഓക്കെ, ഇതിലെ ഒരു കുറച്ചും കൂടെ വന്നു കഴിയുമ്പോൾ ഒരു സീൻ ഇതിനകത്ത് നമുക്ക് നോക്കാം. ഓക്കെ, ഈ ഒരു പോർഷൻ നമുക്കിവിടെ കട്ട് ചെയ്യാം. കട്ട് ചെയ്തു. ഓക്കെ, ഇത് നമ്മൾ ആ വലിച്ചെറിയുന്ന ഒരു സീനാണ്. ഓക്കെ, ഇനി നമുക്കിവിടെ ഇതിനെ കട്ട് ചെയ്ത് ബാലൻസ് ഉള്ള ഭാഗം നമുക്കിതിനെ ഡിലീറ്റ് ചെയ്യാം. അതിനുശേഷം ഈ ഒരു ഫ്രെയിമിനെ കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ കീബോർഡിൽ ഓൾട്ട് പ്രസ് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ഒന്ന് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനെ പുറത്തേക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഞാൻ ഒരേ സീൻ തന്നെ കോപ്പി ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമുക്ക് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഓക്കെ, സെയിം സീൻ തന്നെ. അപ്പം നമുക്ക് ഇവിടെ കൊണ്ട് നമുക്ക് അതിനെ ഒന്ന് ക്ലോസ് ചെയ്യാം. ഓക്കെ, ഭാഗം ഡിലീറ്റ് ചെയ്തു.
അതിനുശേഷം ഇതിനെ ഒന്ന് ജോയിൻ ചെയ്തു. ഇവിടെ നമ്മൾ ഈ രണ്ടാമത് സെലക്ട് ചെയ്തതിനകത്ത് സ്പീഡ് ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഒരു റിവേഴ്സ് സ്പീഡാണ് ചെയ്യാണ്. ഓക്കെ, റിവേഴ്സ് സ്പീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോർവേഡ് ചെയ്യുന്നതിൻ്റെ ബാക്കിലായിട്ട് വരും. ഓക്കെ കൊടുക്കാം. അപ്പോൾ നമുക്ക് വീണ്ടും ഈ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, ഇതുപോലെ തിരിച്ച് നമ്മൾ ആ ഒരു സീൻ ആ ഒരു സ്പീഡിലേക്ക് കയറി വരും. ഓക്കെ, ഇങ്ങനെ നമുക്ക് റിവേഴ്സ് സ്പീഡും ഇതിൽ അറേഞ്ച് ചെയ്ത് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, നമ്മളപ്പം ആദ്യമേ ഈ ഒരു സീന് അതേ സീനിൽ നിന്ന് റിപ്പീറ്റ് സ്പീഡിലേക്ക് വരും. ഓക്കെ, ഇങ്ങനെ നമുക്ക് റിവേഴ്സ് സ്പീഡും കൊടുക്കാൻ സാധിക്കും. അപ്പം ഒരു വീഡിയോയുടെ സ്പീഡ് ഡ്യൂറേഷൻ എങ്ങനെയാണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അതിനകത്ത് സ്ലോ മോഷൻ സീൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെ സ്പീഡായിട്ടുള്ള സീൻ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത്. ഒരു വീഡിയോ ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു വെള്ളച്ചാട്ടത്തിൻ്റെയൊക്കെ സീനാണ് ഷൂട്ട് ചെയ്തിരിക്കുന്നത്, തിരിച്ച് വെള്ളം കയറി പോകുന്നതായിട്ടൊക്കെ നമുക്ക് ആ ഒരു എഫക്റ്റ് കാണിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെ റിവേഴ്സ് സ്പീഡ് കൊടുത്താൽ മതി. ഓക്കെ, ഇതൊക്കെ വീഡിയോ എഡിറ്റിംഗ് ടെക്നിക്കുകളാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇതെല്ലാം നന്നായി പ്രാക്ടീസ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ഇതിനെ റെൻഡർ ചെയ്യണം. റെൻഡർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു വീഡിയോ ആയിട്ട് ഔട്ട് എടുക്കുക. നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു വർക്കിനെ ഔട്ട് എടുക്കുന്നതിനെയാണ് റെൻഡർ ചെയ്യുന്നത് പറയുന്നത്. അത് അടുത്ത ക്ലാസ്സിൽ നമുക്ക് അതിനെക്കുറിച്ചിട്ട് എങ്ങനെ റെൻഡർ ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് പറയാം. ഓക്കെ, ഇത്രയും ഏതായാലും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, ഇനി അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.